ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. എന്തൊക്കെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സവിശേഷതകൾ? നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. സോ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ഈസ് ഇറ്റ് ഇസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. ബിസിനസ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് ഒരു ഗോൾ ആദ്യമേ സെറ്റ് ചെയ്യുകയും ആ ഗോൾ പിന്നീട് വിവിധ സ്റ്റേജുകളിലൂടെ അച്ചീവ് ചെയ്യുക എന്ന രീതിയിലാണ്. എല്ലാ ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷനുകൾക്കും പ്രത്യേകം ഒബ്ജക്റ്റീവുകൾ അവ സെറ്റ് ചെയ്യുന്നതാണ്. അതിപ്പോൾ വലിയ ഓർഗനൈസേഷൻ ആയാലും ചെറിയ ഓർഗനൈസേഷനുകളായാലും ഇത്തരത്തിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ ഓർഗനൈസേഷനുകളിൽ സെറ്റ് ചെയ്യപ്പെടുന്ന ഗോളുകൾ ആ ഓർഗനൈസേഷനിലെ വിവിധ സ്റ്റേജുകളിലൂടെ കടന്നുപോയി അച്ചീവ് ചെയ്യുന്ന പ്രവർത്തനമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് എന്ന് പറയും. ദ നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് ഓൾ പെർവസീവ്. പെർവസീവ് മീൻ സർവവ്യാപിയാണ് മാനേജ്മെന്റ്. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് സർവവ്യാപിയാണെന്ന് പറയാൻ കാരണം, എല്ലാ ടൈപ്പ് ഓർഗനൈസേഷനുകളിലും അതൊരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആയാലും നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആയാലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയാലും ജസ്റ്റ് ലൈക്ക് സ്കൂൾ, ഇറ്റ് ഇസ് വൺ ഓഫ് ദി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻ അല്ല, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, സ്കൂൾ ആയാലും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ആയാലും അതേപോലെ തന്നെ ഒരു ബിസിനസ് ഫാക്ടറി ആയാലും ഈവൻ നമ്മുടെ ഫാമിലി ആണെങ്കിൽ പോലും അവിടെ എല്ലാം നമുക്ക് മാനേജ്മെന്റ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയിലായാലും അതേപോലെ തന്നെ ഫോറിൻ നാഷൻ ആയാലും യൂറോപ്പിലായാലും ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലായാലും എല്ലായിടത്തും നമുക്ക് മാനേജ്മെന്റ് കാണാൻ വേണ്ടി പറ്റും. അവിടെ എല്ലാം പ്രൊസീജിയറുകളും പ്രോസസ്സുകളും എല്ലാം തന്നെ മാനേജ്മെന്റിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഇസ് മൾട്ടി ഡയമെൻഷണൽ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ ആക്ടിവിറ്റിയാണ്. ഒന്നിലധികം ഫേസുകൾ നമുക്ക് മാനേജ്മെന്റിനെ കാണാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാണ് ആ ഫേസുകൾ എന്നുള്ളത് പരിശോധിക്കാം. ദ ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് ഓഫ് വർക്ക്, ആൻഡ് സെക്കൻഡ് വൺ, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, ആൻഡ് ദ തേർഡ് വൺ, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. സോ എന്താണ് മാനേജ്മെന്റ് ഓഫ് വർക്ക്? സിംപ്ലി മാനേജ്മെന്റ് ഓഫ് വർക്ക് മീൻസ് ഓരോ ഓർഗനൈസേഷനും സ്വന്തമായിട്ട് ചെയ്തു തീർക്കാൻ ഒരു പർട്ടിക്കുലർ ജോബ് ഉണ്ടാവും. ഓക്കെ, ആ ജോബിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെന്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് എൻ ഹോസ്പിറ്റൽ അവിടുത്തെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് കൃത്യമായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് മാനേജ് ചെയ്യാൻ ഒരു മാനേജ്മെന്റ് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫാക്ടറിയിലെ പ്രധാനപ്പെട്ട വർക്ക് എന്താണ്? ഫാക്ടറിയിലെ വർക്ക് സിംപ്ലി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വർക്ക് മാനേജ് ചെയ്യാൻ ഒരു മാനേജ്മെന്റ് ആവശ്യമാണ്. സോ ഇതിന്റെ ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് വർക്ക്, ആ ഓർഗനൈസേഷനകത്തുള്ള വർക്ക് മാനേജ് ചെയ്യലാണ്. ദെൻ സെക്കൻഡ് ഡയമെൻഷൻ, ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. ഓർഗനൈസേഷനിലെ മാനേജറുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികളിൽ ഒന്ന് അവിടുത്തെ എംപ്ലോയീസിനെ, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഓർഗനൈസേഷനകത്തുള്ള ഹ്യൂമൻ റിസോഴ്സ് വ്യത്യസ്ത തരക്കാരായിരിക്കും. വ്യത്യസ്ത ബിഹേവിയറുള്ള ആളുകൾ, വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകൾ, വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുന്ന ആളുകൾ എന്നിങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ്. ഈ ഹ്യൂമൻ റിസോഴ്സിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് വളരെ ഫാസ്റ്ററായിട്ടും എഫക്റ്റീവായിട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. The next one, management of operations. ഓരോ ഓർഗനൈസേഷനകത്തും ഓരോ വർക്കിംഗ് ഓപ്പറേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു ഫാക്ടറി ആണെങ്കിൽ നമുക്ക് വിവിധ സ്റ്റേജുകളിലൂടെയാണ് റോ മെറ്റീരിയൽ കടന്നുപോയി ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ, റോ മെറ്റീരിയൽ ഓർഗനൈസേഷനകത്തേക്ക് വരുന്നു. ദെൻ സെക്കൻഡ് വൺ, ഓർഗനൈസേഷനകത്തുള്ള എത്തിയിട്ടുള്ള റോ മെറ്റീരിയൽ ഫസ്റ്റ് സ്റ്റേജ് പ്രൊഡക്ഷൻ നടക്കുന്നു. ദെൻ സെക്കൻഡ് സ്റ്റേജ് പ്രൊഡക്ഷൻ നടക്കുന്നു. ദെൻ തേർഡ് സ്റ്റേജ് പ്രൊഡക്ഷൻ അഥവാ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ഈ ഒരു എക്സാമ്പിളിനകത്ത് റോ മെറ്റീരിയൽ ഫാക്ടറിയിലേക്ക് വരുന്നത്, ഫസ്റ്റ് സ്റ്റേജ് പ്രൊഡക്ഷൻ നടക്കുന്നത്, ദെൻ സെക്കൻഡ് സ്റ്റേജ് പ്രൊഡക്ഷൻ നടക്കുന്നത്, ലാസ്റ്റ് ഓഫ് ഓൾ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് എന്നിങ്ങനെ 4 സ്റ്റേജുകൾ കാണാൻ വേണ്ടി പറ്റും. ഈ 4 സ്റ്റേജുകളും വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് പെർട്ടിക്കുലർ മാനേജ്മെന്റ് ഈസ് നോൺ ആസ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്.
ഓക്കെ, ഇങ്ങനെ 3 തരത്തിലുള്ള ഡയമെൻഷൻസ് ആണ് മാനേജ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. സോ അതുകൊണ്ട് തന്നെ ഇതിനെ മൾട്ടി ഡയമെൻഷനൽ ആണ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കാരണം ഇറ്റ്സ് എ പ്രോസസ്. ആ പ്രോസസ്സിനകത്ത് മാനേജ്മെന്റിലെ വിവിധ ഫംഗ്ഷനുകളായി ആണ് 1 by 1 ആയിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് ആ ഫംഗ്ഷനുകൾ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫംഗ്ഷനുകളും ഡേ ബൈ ഡേ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നടപ്പിലാക്കിക്കൊണ്ട് പോകുമ്പോഴാണ് മാനേജ്മെന്റ് വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. സോ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഏതെങ്കിലും ഒരു സിംഗിൾ ടൈമിലേക്ക് മാത്രം മാനേജ്മെന്റ് ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. ഓക്കെ, കണ്ടിന്യൂസ്ലി ഈ ഒരു മാനേജർ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിംഗ് കൺട്രോളിംഗ് ഒക്കെയും നടത്തിക്കൊണ്ടേയിരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. സോ എന്തുകൊണ്ടാണ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെന്ന് പറയുന്നത്? മാനേജ്മെന്റിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമല്ല ഉള്ളത്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റ് തൊട്ടിട്ട് അപ്പർ ലെവൽ മാനേജർ അഥവാ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വരെയുള്ള ആളുകൾ അടങ്ങിയതാണ്. ഈ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റിനകത്തുള്ള എല്ലാ മാനേജ്മെന്റ് പാർട്ടികളും കൂടി ചേരുമ്പോഴാണ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എല്ലാ ഇൻഡിവിജ്വലുകളുടെയും എഫേർട്ടിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നയിക്കുമ്പോഴാണ് അതൊരു മാനേജ്മെന്റ് ആവുന്നത്. അപ്പോഴാണ് ഓർഗനൈസേഷന് അതിന്റെ ഒബ്ജക്റ്റീവ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് റിജിഡ് നേച്ചറിലുള്ള ഒരു ഫംഗ്ഷൻ അല്ല, ഫ്ലെക്സിബിൾ ആണ്. സാഹചര്യം മാറുന്നതിനനുസരിച്ച് മാനേജ്മെന്റിന്റെ പ്രവർത്തനത്തിനകത്തും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് ഈ ബിസിനസ് എൻവയോൺമെന്റ്? ഒരു ബിസിനസ് ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്ന എല്ലാ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ബിസിനസ് എൻവയോൺമെന്റ്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനകത്ത് ഏതു തരത്തിലുള്ള ചേഞ്ചസ് വേണമെങ്കിലും സംഭവിച്ചേക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് നമുക്ക് ഇവിടെ കഴിഞ്ഞ കാലയളവിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് ഓട്ടോമൊബൈൽ രംഗത്ത് വന്നിട്ടുള്ള ഒരു ലീഗൽ അപ്ഡേഷൻ ആണ്. BS4 കാറ്റഗറിയിൽ പെടുന്ന എല്ലാ വാഹനങ്ങളും പിൻവലിക്കാനും BS6 കാറ്റഗറിയിലേക്കാക്കി മാറ്റുവാനും വേണ്ടി പറഞ്ഞു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ അന്തരീക്ഷ മലിനീകരണം വർദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അന്തരീക്ഷ മലിനീകരണം കുറയുന്ന രീതിയിലുള്ള വാഹനങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത് എന്ന രീതിയിലുള്ള ഒരു നിയമം ഗവൺമെന്റ് പാസ്സാക്കി. ഓക്കെ, എങ്ങനെയാണ് ഇത് ബിസിനസ്സിനെ എഫക്ട് ചെയ്തിട്ടുള്ളത്? ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഇവിടെ ടാറ്റ കമ്പനിയുടെ ഏറ്റവും സെയിൽസ് ഉള്ള ഒരു കാറുകളിൽ ഒന്നാണ് ടാറ്റ നെക്സോൺ. ഓക്കെ, അവര് BS4 കാറ്റഗറിയിലുള്ള അവരുടെ നെക്സോൺ കാറുകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അത്രയും കാറുകൾ വളരെ പെട്ടെന്ന് വിറ്റഴിക്കേണ്ടി വരികയും പുതുതായിട്ട് പുറത്തിറക്കുന്ന നെക്സോൺ കാറുകളെല്ലാം BS6 സ്റ്റാൻഡേർഡിലുള്ള കാറുകളാക്കി മാറ്റുകയും വേണ്ടി വന്നു. ഓക്കെ, സോ മാനേജ്മെന്റ് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ ആ ഒരു മാറ്റത്തിനനുസരിച്ച് എടുത്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഒരു ഡൈനാമിക് ഫംഗ്ഷൻ ആണ്. So the next one, it is intangible. Why the management is intangible? മാനേജ്മെന്റ് നമുക്ക് അനുഭവിക്കാം, നമുക്കിത് ഒരിക്കലും തൊടാനോ കാണാനോ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വളരെ ലേസി ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ നമുക്ക് മാനേജ്മെന്റിന്റെ ടാക്ടിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ള എംപ്ലോയി ആക്കി മാറ്റാം. ഓക്കെ, അവിടെ മാനേജ്മെന്റ് എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് തൊട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ആ എംപ്ലോയി മാനേജ്മെന്റ് ടാക്ടിക്സിന്റെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ടുള്ള എംപ്ലോയി ആയിട്ട് മാറുന്നത് നമുക്ക് കാണാം. സിമിലർലി പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ ഒരു ഓർഗനൈസേഷനകത്ത് മാനേജ്മെന്റിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ട് എങ്കിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ഒന്നും നമുക്ക് ഫിസിക്കലി മാനേജ്മെന്റിനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിലും അവിടെ മാനേജ്മെന്റിന്റെ പ്രസൻസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് an intangible force.